ബീഹാറിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജാമുയി, നവാദ, ഗയ, ഔറംഗാബാദ് എന്നീ മണ്ഡലങ്ങളിലെ പ്രചാരണം അവസാന ലാപ്പിലേക്ക്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും താരപ്രചാരകരും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് തിരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമായിരിക്കുകയാണ്. ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 ഇടങ്ങളിൽ ഒന്നായ ഗയയിലായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പര്യടനം. പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കോൺഗ്രസിനും RJDക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സാമൂഹിക നീതിയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുക മാത്രമാണ് ഇരു പാർട്ടികളും ചെയ്യുന്നത്. പ്രതിപക്ഷ സഖ്യത്തിന് കാഴ്ചപ്പാടും വിശ്വാസവുമില്ലെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു. साथियों, RJD ने बिहार को केवल 2 ही चीजें दी है, एक जंगल राज, दूसरा भ्रष्टाचार। इन्हीं का दौर था जब बिहार में अपहरण और फिरौती एक उद्योग बन गया था। हमारी बहन बेटियां घर से बाहर नहीं निकल पाती थी। हमारे गया जैसे इलाके नक्सली हिंसा की आग में जलते रहते थे। जो जगह भगवान बुद्ध के नाम से जुड़ी हो, वहां नक्सली गोलियां चलती हो, ये हालत करके छोड़ दिया था. നേരത്തെ ജാമുയിലും നവാഡയിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഔറംഗാബാദ്, നവാഡ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഗയയിൽ സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്കുലർ സ്ഥാനാർത്ഥിയും ജാമുയിയിൽ ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത്. NDA ഭരണത്തിൽ ബീഹാർ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് JDU പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഷെയ്ഖ്സ്പുരയിൽ നടത്തിയ പൊതുയോഗത്തിൽ അവകാശപ്പെട്ടു. ബീഹാറിന്റെ നല്ല ഭാവിക്ക് കേന്ദ്രത്തിൽ NDA സർക്കാർ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മഹാസഖ്യത്തിന്റെ നേതാക്കളും വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ്. RJD നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി പ്രസാദ് യാദവ് ഷെർഖട്ടി, ഝൽസ, ഔറംഗാബാദ്, ബംഗ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. യുവാക്കളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പുകളിൽ വർഗീയ കാർഡ് ഇറക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് തേജസ്വി യാദവ് ആരോപിച്ചു. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നിവയുടെ നേതാക്കളും മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.